പ്രിയങ്കുകലികാശ്യാമം രൂപേണ പ്രതിമം ബുധം സൗമ്യം സൗമ്യഗുണോപേദം തം ബുധം പ്രണമാമ്യഹം. സൗമ്യനും സോമസ്യ അപത്യം പുമാൻ സൗമ്യ, ചന്ദ്രൻ്റെ മകനും സൗമ്യഗുണോപേദം സൗമ്യങ്ങളായ ഗുണത്തോടു കൂടിയവരുമായ തം ബുധം ആ സോമപുത്രനെ ബുധനെ ഞാൻ നമസ്കരിക്കുന്നു. നവഗ്രഹ സ്തോത്രത്തിൽ ബുധൻ്റെ പ്രാർത്ഥന ശ്ലോകമാണിത്. ബുധൻ തന്നെയാണ് സൗമ്യൻ, സോമപുത്രൻ, ബോധനൻ, ധാരാളം പേരുകൾ അറിയപ്പെടുന്നു. ജ്യോതിശാസ്ത്രത്തിൽ പകരം വെക്കാനാവാത്തൊരു ബുധനാണ് ബുധൻ. ഏത് സമയത്തും ഫലം ചെയ്യുന്നു. എല്ലാ ഗ്രഹങ്ങൾക്കും ഓരോ സമയത്താണ് ഫലം ചെയ്യുക. ഓരോ ദശയുടെ ഓരോ സമയത്ത് ഫലമാണ്. സൂര്യനും ചൊവ്വയും ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു ജാതകത്തിൽ ആദ്യകാലത്തും വ്യാഴവും ശുക്രനും മധ്യകാലത്തും ശനിയും ചന്ദ്രനും അന്ത്യകാലത്തും ഫലം ചെയ്യും ദശകളിൽ. പക്ഷെ ബുധ ഫലതസ്തു സർവദാ, ഏത് കാലത്തും ഫലം ചെയ്യുന്നു ബുധൻ. ഇപ്പോൾ ബുധൻ നിൽക്കുന്നത് വൃശ്ചികത്തിലാണ്, തൻ്റെ ശത്രുസ്ഥാനത്താണ്, തൻ്റെ ശത്രുക്ഷേത്രത്തിലാണ്. പക്ഷേ അതേ ബുധനിത ജാതകത്തിൽ വക്രിയായി കേവലം 14 ദിവസം തുലാൻ രാശിയിലേക്ക് വരികയാണ്. 14 ദിവസം ഒരു ഗ്രഹം വക്രിയായി വന്നാൽ എന്ത് ഫലം ചെയ്യുമെന്ന് നിങ്ങൾ ചിന്തിക്കും. അത് വ്യാഴം വന്നാലും ശനി വന്നാലും സാവധാനത്തിൽ ഫലങ്ങൾ തരും. പക്ഷേ ബുധൻ ഏത് സമയത്തും ദ പ്ലാനറ്റ് ക്യാൻ ഡു മിറക്കിൾസ് ഫോർ ആൻ ഇൻഡിവിജ്വൽ. ഒരു വ്യക്തിക്ക് ഏത് സമയത്തും ഫലം ചെയ്യും ബുധൻ. അതുകൊണ്ടാണ് സമഗ്രമായി ഈ ബുധൻ്റെ 14 ദിവസക്കാലം ഉള്ള ഒരു ശുഭാശുഭ ഫലത്തെ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി സംവേദിക്കുന്നത്. ഇന്ന് നിൽക്കുന്നത് ഞാൻ സൂചിപ്പിച്ചു, ബുധൻ വൃശ്ചികൻ രാശിയിലാണ്, തൻ്റെ ശത്രുക്ഷേത്രത്തിലാണ്. അവിടെ ബുധനും ചൊവ്വയും കൂടി ഒന്നിച്ച് നിൽക്കുന്നു. ഇപ്പോൾ സൂര്യനും വന്നു കഴിഞ്ഞു. ബുധനും ചൊവ്വയും ഒരു വലിയ യോഗകാരകനാണ്. ബൈ ഹുക്ക് ഓർ ക്രൂക്ക് എങ്ങനെയും നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കും. ചൊവ്വയുടെ ധൈര്യവും ബുധൻ്റെ ബുദ്ധിയും ഒന്നിച്ചു ചേരുമ്പോൾ ഒരു വലിയ ഫലമാണ്. മൂലാദി സ്നേഹകൂടേർ വ്യവഹരതി വണിക് ബാഹുയോദ്ധാസ സൗമ്യേ. കൈക്കരുത്തുകൊണ്ട് കാര്യങ്ങൾ നേടും. എന്നും ബുദ്ധി കൊണ്ടും ശക്തി കൊണ്ടും നേടും. മസിൽ പവറും ബുദ്ധിയുടെ പവറും കൂടി ഒന്നിച്ചുള്ളൊരു അസാധ്യമായ കോമ്പിനേഷനാണ് കുജ-ബുധ യോഗം. ഇപ്പോൾ ആ ബുധനിത വൃശ്ചികൻ രാശിയിൽ നിന്ന് തുലാൻ രാശിയിലേക്ക് റിട്രോഗ്രേഷൻ വക്രിയായി വരികയാണ്. ആ തുലാൻ രാശിയിൽ ബുധൻ്റെ സുക്ഷേത്രമാണ്. ബുധന് ബലമുള്ള രാശിയാണ്. തുലാൻ രാശിക്കാൻ സംബന്ധിച്ചുള്ള ബുധൻ ഏത് ഭാവാധിപത്യമാണ്? അവരുടെ ഭാഗ്യാധിപനാണ്. 9ാം ഭാവാധിപനാണ് നിൽക്കുന്നത് തുലാൻ രാശിയിൽ. 12ാം ഭാവാധിപത്യവുമുണ്ട് എന്ന് നിങ്ങൾ അറിയുക. നാം ചിന്തിക്കുന്നു ഓരോ രാശിക്കാരുടെയും ഈ തുലാൻ രാശിയിലേക്കുള്ള ബുധൻ്റെ പ്രയാണം എപ്രകാരം ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന വിഷയം. 2021 നവംബർ 23 മുതൽ ഡിസംബർ 6 വരെയുള്ള 14 ദിവസക്കാലമാണ് ബുധൻ തുലാത്തിൽ പ്രവേശിക്കുന്നത്. അതായത് 1201 വൃശ്ചിക മാസം 7-ാം തീയതി മുതൽ വൃശ്ചിക മാസം 20-ാം തീയതി വരെയുള്ള 14 ദിനങ്ങൾ. വൃശ്ചിക മാസം 7-ാം തീയതി രാത്രി 8 മണിയോടുകൂടിയാണ്, നവംബർ 23-ന് രാത്രി 8 മണിയോടുകൂടിയാണ് തുലാത്തിൽ പ്രവേശിക്കുന്നത്. തിരിച്ച് വൃശ്ചികത്തിലേക്ക് വരുന്നതോ വൃശ്ചികം 20-നാണ്, അതായത് ഡിസംബർ 6-ാം തീയതി. ഈ 14 ദിവസക്കാലം, 13 പൂർണ്ണമായ ദിവസങ്ങൾ, 14-ാം ദിവസം പ്രവേശിക്കുന്ന ബുധനുണ്ടാക്കുന്ന ശുഭാശുഭ ഫലങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത്. വൃശ്ചികൻ രാശിയെ സംബന്ധിച്ചോളം ബുധൻ ഏതെല്ലാം ഭാവങ്ങളുടെ അധിപനാണ്? ബുധൻ 8ാം ഭാവാധിപനാണ്, ലാഭാധിപനാണ്. ബുധൻ നിൽക്കുന്നത് ഒരു നല്ല ഭാവത്തിലല്ല. 12-ൽ ബുധൻ നിൽക്കുമ്പോൾ വരാഹമിഹിര ആചാര്യൻ പറഞ്ഞിരിക്കുന്ന ഫലം എന്താണ്? പതിതസ്തുരിപ്പേ, പാതിത്യം വരും, വീഴ്ച വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനിടയിൽ എന്താണ് വൃശ്ചികൻ രാശി എന്ന് നിങ്ങൾ അറിയുക. വിശാഖ നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങൾ വരുന്ന 2 നക്ഷത്ര സമൂഹം. ഞാൻ ഉൾപ്പെടെയുള്ള വൃശ്ചികൻ രാശിക്കാർ, ഇവിടെ ബുധൻ 12ാം ഭാവത്തിലാണ്. യാത്രയിൽ ശ്രദ്ധിക്കണം, രേഖകൾ നഷ്ടപ്പെടുക, അനാവശ്യമായ പ്രോമിസുകൾ നൽകാൻ പാടില്ല. റാഷ് പ്രോമിസസ് ഷുഡ് ഗോ ഇൻ ബിഗ് പ്രോബ്ലംസ്. നമുക്ക് ആവശ്യമുള്ള പ്രോമിസുകൾ, വാഗ്ദാനങ്ങൾ മാത്രം നൽകുക. അത് പാലിക്കാൻ പ്രയാസമാണ്. അപ്പോഴെന്ത് സംഭവിക്കും? ജനങ്ങളുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ നമ്മളുടെ ക്രെഡിബിലിറ്റിയെ ചോദ്യം ചെയ്യപ്പെടും. ഞാൻ വളരെ വർഷം ഫോളോ ചെയ്ത ഒരു വലിയ മഹാനായ ജ്യോതിഷി, അദ്ദേഹം ശബരിമലയിൽ ഒരു വലിയ വിവാദമായ പ്രസ്താവന നടത്തി. ആ പ്രസ്താവന
അദ്ദേഹത്തിൻ്റെ കരിയർ ലൈഫിനെ തന്നെ നശിപ്പിച്ചു. ഇന്ന് കേരളത്തിൽ എവിടെയും ഒരു സ്വർണ്ണപ്രശ്നം പോലും വെക്കാതെ അദ്ദേഹം നിശബ്ദനായിരിക്കുകയാണ്. അദ്ദേഹത്തിന് കർണാടകത്തിലും ആന്ധ്രയിലും ബോംബെയിലുമൊക്കെ വലിയ വലിയ മഹാന്മാരായ കോർപ്പറേറ്റ് ഗ്രൂപ്പുകളുണ്ട്. അദ്ദേഹത്തിന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വരുമാനം ലഭിക്കാം. പക്ഷേ സ്വന്തം ദേശത്തിന് അദ്ദേഹത്തിന് പ്രശസ്തി നഷ്ടപ്പെട്ട് കഴിഞ്ഞു. സ്വദേശേ പൂജ്യതേ രാജ വിദ്വാൻ സർവത്ര പൂജ്യതേ. രാജാവിൻ്റെ പ്രഭാവം സ്വന്തം നാട്ടിലാണ്. വിദ്വാൻ സർവത്ര പൂജ്യതേ. വിദ്വാനാണെങ്കിൽ ലോകം മുഴുവൻ അംഗീകരിക്കപ്പെടുന്നു. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് അബ്ദുൽ കലാം. അതിനാൽ വാവിട്ട വാക്ക് കൈവിട്ട ആയുധം. എപ്പോഴും ശ്രദ്ധിക്കണം വൃശ്ചിക രാശിക്കാർ. ഈ ഒരു 15 ദിവസക്കാലം തൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ, തൻ്റെ കയ്യിൽ നിന്നും പുറപ്പെടുന്ന ആയുധം, ഇതെപ്പോഴും വളരെ ജാഗ്രത പാലിക്കണം. ഇല്ലെങ്കിൽ രണ്ടും അപകടം വലിച്ചു വരുത്തും. കാരണം വാക്കുകളുടെ ദുർവ്യയമാണ് 12-ൽ ബുധൻ വരുമ്പോൾ ഉണ്ടാകുന്നത്. വാക്കാരകനാണ് ബുധൻ, വാക്കിൻ്റെ കാരകനാണ് ബുധൻ. അത് 12-ാം ഭാവത്തിൽ അങ്ങേറ്റം ദുസ്ഥമായ 12-ാം ഭാവത്തിൽ വരുമ്പോൾ വാക്കുകൾക്ക് പാതിത്യം വരും, വീഴ്ച വരും. താൻ എന്താണ് പറഞ്ഞതെന്ന് തനിക്ക് തിരിച്ചു പറയുവാൻ, മാറ്റി പറയുവാൻ ഇന്ന് കഴിയില്ല. ഇന്ന് വലിയ വലിയ പ്രസ്താവനകൾ ടി വിയിലും അല്ലെങ്കിൽ റേഡിയോയിലുമൊക്കെ നടത്തുമ്പോൾ പറഞ്ഞാൽ അത് വിഴുങ്ങാൻ പറ്റില്ല. പണ്ട് വിഴുങ്ങാം, അല്ലെങ്കിൽ പറയാം പത്രക്കാർ വളച്ചൊടിച്ചതാണെന്ന് പറയാം. ഇന്നത് പറ്റില്ല. ഇന്ന് ക്യാമറകളും എല്ലാം വളരെ ശക്തമാണ്. സോഷ്യൽ മീഡിയ വളരെ ശക്തമാണ്. അതിനാൽ വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ വൃശ്ചികൻ രാശിക്കാർക്ക് തൻ്റെ വാക്കുകൾ കൊണ്ട് അപകടമുണ്ടാകും. പറഞ്ഞ വാക്ക് വിഴുങ്ങാൻ പറ്റില്ല. അതിലൂടെ സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെടാം, പൊസിഷൻ നഷ്ടപ്പെടാം, തൻ്റെ പദത്തിന് ഭ്രംശം വരാം. അതാണ് വരാഹമിഹിര ആചാര്യൻ പറഞ്ഞത്, പതിതസ്ഥിരിപ്പേ 12-ൽ രിപ്പം 12-ാം ഭാവത്തിൽ ബുധൻ വന്നാൽ പാതിത്യം വരുമെന്ന് ചമത്കാര ചിന്താമണി നന്നായി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അനുഭവങ്ങൾ അത് അപ്രകാരം ആകണമെന്നില്ല. നജേ ദ്വാദശേ യസ്യ സീതാംശു ജന്മ കഥം തത് ഗൃഹം ഭൂമിദേവ ഭജന്തി. 12-ൽ ബുധൻ വന്നില്ലെങ്കിൽ എങ്ങനെ ബ്രാഹ്മണർ ആ വീട്ടിൽ വന്ന് സന്തോഷം പറ്റുകയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 12-ൽ ബുധൻ വന്നാൽ ബ്രാഹ്മണർ എന്ത് സ്വീകരിക്കും? വൃശ്ചികൻ രാശിക്കാരുടെ ആതിഥ്യം സ്വീകരിക്കും, അവരെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. അത് നല്ലതാണ്. അപ്രകാരം ഈ 15 ദിവസം പറ്റുമെങ്കിൽ ബ്രാഹ്മണ പ്രീതി ചെയ്യുന്നത് വളരെ നല്ലതാണ്. അന്നദാനം ചെയ്യുന്നത് വളരെ നല്ലതാണ്. ബ്രാഹ്മണ ദമ്പതികൾക്ക് വസ്ത്രവും അടക്കയും വെറ്റിലയും കൊടുത്ത് അനുഗ്രഹം വാങ്ങുന്നതൊക്കെ നല്ലതാണ്. രണേ വൈരീണോ ഭീതി മായാന്തി കസ്മാത്. 12-ൽ ബുധൻ നിൽക്കുന്നില്ലെങ്കിൽ ശത്രുക്കൾ തന്നെ എതിരിടുമെന്നാണ് പറഞ്ഞത്. 12-ൽ ബുധൻ വരുമ്പോൾ ശത്രുക്കൾ എന്തു ചെയ്യുന്നു? ഭയന്ന് പിന്മാറുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനാൽ പലപ്പോഴും യുദ്ധത്തിൽ ജയിക്കാൻ ഈ ബുധൻ പര്യാപ്തമായിരിക്കും. ഹിരണ്യാദികോശം കഥം കോന്നുകുരിയാണ്. 12-ൽ ബുധൻ ഉണ്ടെങ്കിൽ ധാരാളം സമ്പത്തുണ്ടാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇവിടെ 12-ൽ ബുധൻ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ രേഖാപരമായ വിഷയങ്ങൾ, നമ്മുടെ സ്വത്ത്, നമ്മുടെ സ്വർണം ഇതൊക്കെ നഷ്ടപ്പെടുന്ന സമയമാണ്. വീട്ടിൽ വെച്ച സാധനങ്ങൾ പോലും കള്ളൻ കൊണ്ടുപോകും. ആചാര്യൻ പറഞ്ഞ ഫലം അവിടെ ഇരിക്കട്ടെ. പക്ഷേ ഒരു 12-ാം ഭാവത്തിൽ വരുമ്പോൾ, പ്രത്യേകിച്ച് ബുധൻ വരുമ്പോൾ മറവിക്കുറവ് വന്ന് പലപ്പോഴും പല കാര്യങ്ങളും മറന്നു പോവുക, രേഖ മറന്നു പോവുക, യാത്ര മുടങ്ങുക മുതലായ പ്രയാസങ്ങളൊക്കെ വരാം. വളരെ ശ്രദ്ധിക്കണം. നിർബന്ധമായും ഇവിടെ ഓം ലക്ഷ്മി നരസിംഹമൂർത്തിയെ നമഃ എന്ന പ്രാർത്ഥന അപ്രകാരം നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ പാനകം, തുളസിമല, ഭാഗ്യസൂക്താർച്ചന പരിഹാരമായി നൽകുക. സ്നേഹം കൊണ്ട് വളരെയധികം ക്ലേശങ്ങൾ വരുന്ന സമയമാണ്. ശുക്രനും ബുധനും കൂടിയാണ് 12 നിൽക്കുന്നത്. പലപ്പോഴും സ്നേഹം കൂടിപ്പോയോ കുറഞ്ഞു പോയോ അതിൻ്റെ അളവുകോൽ നിങ്ങൾ നിശ്ചയിച്ചില്ലെങ്കിൽ അതിലൂടെ വലിയ ദുഃഖങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കേണ്ടി വരും വൃശ്ചികൻ രാശിക്കാർക്കെന്നറിയുക. നന്ദി, നമസ്തേ.